നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ദേവികുളം എം എൽ എയുടെ ഒരു ചിത്രം അതാണിപ്പോൾ സോഷ്യൽ മീഡിയയും പ്രധാനമായി ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിലിപ്പോൾ പ്രതികരണവുമായി എം മണി എത്തിയിരിക്കുകയാണ്. എസ് രാജേന്ദ്രൻ CPM വിട്ട് പോകില്ല എന്നാണ് കരുതുന്നത് എന്നാണ് എം മണിയുടെ അഭിപ്രായം. പ്രകാശ് ജാവദേക്കറെ രാജേന്ദ്രൻ കണ്ടതിൽ പ്രശ്നമില്ല. എസ് രാജേന്ദ്രൻ പാർട്ടിക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും എം മണി പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാജേന്ദ്രനോട് സംസാരിച്ചു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് പോയത് എന്നാണ് അറിഞ്ഞത് എന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ രാജേന്ദ്രനും ഉണ്ടാകും എന്നാണ് വിശ്വാസമെന്നും എം മണി കൂട്ടിച്ചേർത്തു. BJPയിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ കൂടുതൽ വിശദീകരണവുമായി CPMൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ ദേവികുളം MLA എസ് രാജേന്ദ്രൻ ഇന്ന് രാവിലെ തന്നെ രംഗത്തെത്തിയിരുന്നു. CPMൽ നിന്നും പിന്നോട്ടില്ല എന്നും BJP നേതാവ് പ്രകാശ് ജാവദേക്കർക്കൊപ്പമുള്ള ഫോട്ടോ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ CPM നേതാക്കൾ വിളിച്ചിരുന്നു. കാര്യങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ബോധ്യപ്പെട്ടു എന്ന കാര്യത്തിൽ ഉറപ്പില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യത്തിൽ CPM ആണ് തീരുമാനമെടുക്കേണ്ടത്. ഇന്നലെ തന്നോട് ഒപ്പം ചാവക്കാട് കാണാൻ എത്തിയ ദുരൈസ്വാമി വീട്ടിൽ വന്ന് തന്നെ BJPയിലേക്ക് ക്ഷണിച്ച ആളുകളിൽ ഒരാളാണ്. അതിലും മുതിർന്ന നേതാക്കൾ വീട്ടിലെത്തി ക്ഷണിച്ചിരുന്നു. BJPയിലേക്ക് ഇല്ല എന്ന നിലപാട് ഇന്നലെയും അവരെ അറിയിച്ചു. BJPയിലേക്ക് ഇല്ല എന്ന് പറയാൻ അല്ല ഡൽഹിയിൽ പോയത്. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് പോയത്. ജാവദേക്കറുമായി ഈ ആവശ്യം ചർച്ച ചെയ്തത് സൗഹൃദം കൊണ്ട് മാത്രമാണ്. അദ്ദേഹം BJPയുടെ കേരളത്തിലെ സംഘടനാ കാര്യം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണെന്ന കാര്യം ശ്രദ്ധിച്ചതുമില്ല. ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ വാർത്ത വന്നതിന് പിന്നാലെ CPM നേതാക്കൾ വിളിച്ചിരുന്നുവെന്നും എന്താണ് ഈ TVയിൽ പോകുന്നത് എന്ന് ചോദിച്ചു. ചെറിയ വീഴ്ച തനിക്ക് പറ്റിയിട്ടുണ്ടെന്നും നേതാക്കളോട് ക്ഷമ ചോദിച്ചുവെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. ഇന്നലെയാണ് എസ് രാജേന്ദ്രൻ ദില്ലിയിലെത്തി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രകാശ് ജാവദേക്കറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ഫോട്ടോയും പുറത്തു വന്നിരുന്നു.